നീ ജീവനോടെ ഉണ്ടടാ? നിനക്ക് സമാധാനമായപ്പോ? അവന്റെ കുട്ടിക്കാല ഫ്രണ്ട് കളിയും ചിരിയും. എടാ ഞാൻ പറഞ്ഞൊരു അക്ഷരം തെറ്റിയാ മോന വക്കീലിനെ കാണാൻ വന്നാ കണ്ടേച്ചും പോണം. വെറുതെ ഷോ ഇറക്കല്ലേ. നിങ്ങൾക്ക് എന്റെ വീട്ടിൽ വന്ന് എന്റെ കുടുംബം കുട്ടിച്ചോറാക്കാം അല്ലേ? ഇപ്പൊ ഞാൻ സംസാരിച്ചപ്പോ നിങ്ങൾക്ക് ഷോ. എന്നാ ഷോ ആന്ന് വെച്ചോ. ഇനി എന്താണ് നിനക്ക് ചെയ്യാൻ ബാക്കിയുള്ളത്? എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞാടാ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരാൻ. എന്നിട്ട് നീ കേട്ടാ? എടാ എന്ത് ഇഷ്ടമായിരുന്നു അറിയോടാ എനിക്ക് അവളെ. അവളിപ്പോ പ്രഗ്നന്റ് ആണ്. അതിപ്പോ എന്റെ കുഞ്ഞാണോ എന്നൊരു എനിക്ക് സംശയമുണ്ട്. നീ കാരണം എല്ലാം ക്ഷമിക്കാന്ന് വെച്ചാ കണ്ണടച്ച നീയും അവളും കൂടെ കടപ്പുറത്തും അവിടെ ഇവിടെ കറങ്ങിയും എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് ഈ അവസ്ഥ ഉണ്ടാവും കാരണം നീയാ. നിങ്ങൾ തടഞ്ഞില്ലായിരുന്നെങ്കിൽ വക്കീലേ കൊണ്ട ഈ പ്രശ്നം തീരണ്ടായിരുന്നു. ഇയാളെന്തൊക്കെയായി പറയുന്നേ? അതൊന്നുമില്ല. താൻ വന്നേ. താൻ എന്നെ കാണാനല്ലേ വന്നേ? വാ. ഇയാളിപ്പോ ഇങ്ങനെയാണെങ്കിൽ അവളുടെ അവസ്ഥ എന്തായിരിക്കും? അവൾക്കൊരു സമാധാനം കിട്ടുന്നുണ്ടാവില്ല. അമ്പിളി, എല്ലാം ശരിയാവും. ഇപ്പം നമുക്ക് ക്ഷമയോടെ ഇരുന്നേ പറ്റൂ. സിറ്റുവേഷനൊക്കെ ഒന്ന് തണുക്കട്ടെ. നമുക്കെല്ലാം പറഞ്ഞ് ശരിയാക്കാം. നീ സമാധാനിക്ക്. താൻ ഇങ്ങോട്ട് വന്നേ. ഈ ഇവനെയൊക്കെ പിടിച്ച് നിന്നെ വീട്ടിൽ കയറ്റിയിരുത്തേക്കണത്? ഏടോ അത് സുധേ കാണാൻ വന്നതയാള്. അവനെ സൂക്ഷിച്ചോട്ടാ. അവനൊന്നും കുടുംബത്ത് കയറ്റാൻ കൊള്ളൂല. താനത് വിട്. താൻ എന്തിനാ വന്നേ അത് പറ. എനിക്ക് ഡിവോഴ്സ് വേണം വക്കീലെ. ഡിവോഴ്സോ? താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ താൻ ഈ കള്ളത്തരം മുഴുവൻ കാണിച്ചത്. എന്നിട്ടിപ്പോ ഡിവോഴ്സ് വേണമെന്നോ? അങ്ങനെയൊക്കെ ആയിരുന്നു വക്കീലെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കണ്ണടച്ചു കഴിഞ്ഞാൽ അവനും അവളും കൂടെ ഉള്ള ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇനി ഞാൻ എല്ലാം മറന്ന് അവളുടെ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയാലും എനിക്ക് കണ്ണടച്ച ഇങ്ങനത്തെ ചിന്തകളൊക്കെ തന്നെ വരുള്ളൂ വക്കീലെ. ഇനി എനിക്ക് പറ്റില്ല. ഉറപ്പാണോ ഡിവോഴ്സ് വേണമെന്ന്? ഉറപ്പാണ്. വക്കീലിന് എൻ്റെ കൂടെ നിൽക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന്റെ ജോലിയുടെ ഭാഗമല്ലേ.